നമ്മുടെ അതുൽ വ്ളോഗ്സിൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. അതിലൊന്നും പറഞ്ഞ സാധനം എനിക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആയില്ല. കണ്ടൻ്റാക്കി താല്പര്യമില്ല. നമ്മുടെ അണ്ണൻ അത് താല്പര്യമില്ല. പിന്നെ ഇത്ര നാൾ മാങ്ങ പറിക്കാനാണ് യൂട്യൂബിൽ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത്. 30 ജനസേവനം അണ്ണൻ ചെയ്തിട്ടുണ്ട്. ഇവരാരും വരാത്തതെന്താ? സത്യമില്ല ഇവർ പറഞ്ഞേ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പലരുടെയും പിഴവുകൾ ചൂണ്ടിക്കാണിക്കുന്ന റിയാക്ഷൻ ലോകത്തെ മുടിചൂടാ മന്നനാണ് അതുൽ വ്ളോഗ്സ്. എന്നാൽ ഈ അതുൽ വ്ളോഗ്സിൻ്റെ 2 ദിവസം കൊണ്ട് ഇറങ്ങുന്ന വീഡിയോസിൽ എന്തൊക്കെയോ ചില പിഴവുകളില്ലേ. ആ പിഴവുകൾ എനിക്ക് മാത്രമാണ് തോന്നിയത്. എന്തായാലും നമുക്ക് ഈ പിഴവുകൾ എന്തൊക്കെയാണെന്ന് പരിശോധിച്ച് നോക്കാം. കൂടുതലായി ഘടിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ നിങ്ങൾ കാണുന്ന യൂട്യൂബ് റിയാക്ഷൻ ലോകത്ത് മികച്ചു നിൽക്കുന്ന പലരും പറയുന്ന പേരാണ്. ഞാൻ സീക്രട്ട് ഏജൻറ്റിനെ കണ്ടിട്ടാണ് ഈ ഒരു വീഡിയോ തുടങ്ങിയത്. അതിപ്പോൾ നമ്മുടെ വിവി ഹിയർ ആണെങ്കിലും ഏത് റിയാക്ഷൻ വീഡിയോസിനെ നോക്കിയാലും നമ്മുടെ ലൈഫ് ഓഫ് അനന്ത് ആയാലും എല്ലാവരും പറയുന്നത് ഞാൻ സീക്രട്ട് ഏജൻറ്റിനെ കണ്ടിട്ടാണ് റിയാക്ഷൻ വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയത്. എന്നാൽ ഇപ്പോഴുള്ള കുറേ ആളുകൾ ഈ റിയാക്ഷൻ വീഡിയോയിലേക്ക് വന്നതിൻ്റെ പ്രധാന കാരണം അതുൽ വ്ളോഗ്സും ഈ ലൈഫ് ഓഫ് അനന്തിൻ്റെ വീഡിയോ കണ്ടാണ്. ഞാൻ ഉൾപ്പെടെ ഈ അതുൽ വ്ളോഗ്സ് ഒലീവിയ ഡിസൈൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എടുക്കുന്നുണ്ട്. അദ്ദേഹം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ആരും ചെല്ലാത്ത രീതിയിലുള്ള വോയിസ് വരെ ക്രാക്ക് ചെയ്തെടുക്കുന്നതൊക്കെ കണ്ടിട്ടാണ് ഞാനും ഇത്തരത്തിലുള്ളൊരു ചാനൽ തുടങ്ങിയത്. അപ്പോൾ ഇങ്ങനെ ഒരാൾ അദ്ദേഹം തന്നെ ക്രാക്ക് ചെയ്ത് പുറത്ത് കൊണ്ടുവന്ന പ്രൂഫുകൾ മിണ്ടുന്നതേ ഇല്ല. സിബടച്ച പോലെ പുള്ളി അത് നിന്നു. അപ്പോൾ പുള്ളി ഒരുപാട് അലിഗേഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്ന് ഒരെണ്ണം നമുക്ക് കണ്ടു തുടങ്ങാം. പരിഹരിക്കുക, അതായത് കുട്ടികൾക്ക് കിട്ടാനുള്ള ഫോണും ഈ പറയുന്ന പൈസയും, അവർക്ക് കുറച്ച് എമൗണ്ടും കുറച്ച് പിള്ളേർക്ക് ഫോണും കിട്ടാനുണ്ട്. ഇത് രണ്ടും പരിഹരിക്കുക എന്ന ഒരു ഇതാണ് ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മുടെ അണ്ണൻ പറയുന്നത് പിള്ളേർ നേരിട്ട ലേബർ ഇഷ്യൂസ്, ഇപ്പോൾ അവരുടെ ഫോൺ പ്രശ്നം പരിഹരിക്കുക, അവർക്ക് കിട്ടാനുള്ള സാലറിയുടെ കാര്യം പരിഹരിക്കുക എന്നൊരു കാര്യം ലക്ഷ്യമാക്കിയിട്ടാണ് അതുൽ വ്ളോഗ്സ് അവിടേക്ക് പോയത് എന്നാണ് പറയുന്നത്. എനിക്കൊരു സംശയം, അന്ന് ഇതല്ലായിരുന്നല്ലോ, ഇത് മാത്രമല്ലായിരുന്നല്ലോ അലിഗേഷനായി പറഞ്ഞിരുന്നത്. CBNൻ്റെ കയ്യിൽ നിന്നും പിള്ളേർ നേരിട്ട കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്താ അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത്? അപ്പോൾ അവരെ എഴുതി തള്ളിയോ? ഇപ്പോൾ ഈ ഫോണും സാലറിയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനു മുമ്പ് നിങ്ങൾ ഈ CB മോശമായിട്ട് സംസാരിച്ച കുട്ടികളോട് മാപ്പ് പറയണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും സംസാരിച്ച് കണ്ടില്ല. അത് ഈ ടോപ്പിക്കിലേ ഇല്ല. അങ്ങൊരു സാധനമേ പുള്ളി മുക്കി. പുള്ളിയാണ് ഇങ്ങനെ മോശമായിട്ട് സംസാരിച്ചു, അത് സംസാരിച്ചു, ഇത് സംസാരിച്ചു എന്നുള്ള പലരുടെയും വീഡിയോസ് പുറത്തേക്ക് കൊണ്ടുവന്നു, അല്ലെ പലരുടെയും വോയിസ് പുറത്തേക്ക് കൊണ്ടുവന്നു. ഇപ്പം അങ്ങനൊരു സംഭവമേ അവിടെ സംഭവിച്ചിട്ടില്ല. ഇനി ഇത് മാത്രമല്ല, നമുക്ക് അതിൻ്റെ മറ്റൊരു റിയാക്ഷനോടെ കണ്ടു നോക്കാം. മറ്റൊരു റിയാക്ഷൻ അല്ല, അതിലവിടെ പോയി സംസാരിച്ച മറ്റൊരു കാര്യം. ഇതിപ്പം ഈ പറയുന്ന സിബി എന്ന് പറയുന്ന വ്യക്തി പിള്ളേർക്ക് കൊടുക്കാനുള്ള എല്ലാം കൊടുക്കാന്ന് പറഞ്ഞു. അവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നാൽ മതി, പേപ്പർ പോലും വേണ്ടെന്നാണ് പറഞ്ഞ എൻ്റെ അടുത്ത്. സത്യം സീരിയസ്ലി പറഞ്ഞു, തെളിവ് പോലും വേണ്ട. നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിള്ളേർക്ക് കിട്ടണമെങ്കിൽ കിട്ടട്ടെ എന്ന് ഈ പറയുന്ന ഓണർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഒലീവിയയുടെ ഓണർ എല്ലാം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിള്ളേർക്ക് തെളിവ് പോലും വേണ്ട, എല്ലാം കൊടുക്കാൻ പുള്ളി റെഡിയായി. അപ്പോൾ നമ്മുടെ അതുൽ വ്ളോഗ്സിൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. അതിലൊന്നും പറഞ്ഞ സാധനം എനിക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആയില്ല. അതായത് ഇത്രയും നാൾ ഈ സാലറി അല്ലെങ്കിൽ കമ്മീഷൻ അല്ലെങ്കിൽ മൊബൈൽ അല്ലെങ്കിൽ സിം അല്ലാതെ സിബിയിൽ നിന്നും ചില കുട്ടികൾക്ക് മോശം അനുഭവം നേരിട്ടിരുന്നു എന്ന് അണ്ണൻ തന്നെ നിരവധി വീഡിയോസിൽ പറയുകയും അതിന് ക്ഷമാർപ്പണം നടത്തണമെന്ന് പലതവണ പറയുകയും ഇല്ലാതെ ഞാൻ വിടില്ല എന്ന് പറയുകയും ചെയ്തിരുന്ന അതുൽ വ്ളോഗ്സ് ഇപ്പോൾ അങ്ങനൊരു സംഭവം പറയുന്നില്ല. ഇപ്പോൾ അതുൽ വ്ളോഗ്സിൻ്റെ ആകെയുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മൊബൈൽ തിരിച്ചു കൊടുക്കുക, സാലറി തിരിച്ചു കൊടുക്കുക, ഫിനാൻഷ്യൽ ഇഷ്യൂസ് എല്ലാം തീർക്കുക, പ്രശ്നം കംപ്ലീറ്റ്ലി സോൾവ് ചെയ്യുക. അല്ലാതെ അങ്ങനൊരു പ്രശ്നമേ ഇല്ല. അങ്ങനെ ഒരു വാചകം പോലും പുള്ളി പറഞ്ഞിട്ടില്ല. ഇനി എങ്കിൽ നമുക്ക് ഈ സാലറി ഇഷ്യൂവിലേക്ക് തന്നെ വരാം. ഇപ്പോൾ സാലറിയും ഇതുമാണല്ലോ മെയിനായിട്ട് പറയുന്നത്. ഏതാ? സാലറിയും മൊബൈലും. അപ്പോൾ ഈ സാലറി കൊടുക്കാതിരിക്കാൻ അപ്പോൾ അതിലൊന്നും ഒത്തിരി തവണ പറഞ്ഞിട്ടുണ്ട്, സാലറി കൊട്ട്, ഫോൺ കൊട്ട്, പ്രശ്നം തീർക്ക്. അപ്പോൾ ഇത് കൊടുക്കാതിരിക്കാൻ ഇപ്പോഴും ഒലീവിയയ്ക്ക് റൈറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിനുള്ള പ്രൂഫും നമ്മുടെ അതിലൊന്നും കണ്ടിട്ടുണ്ട്. നിങ്ങൾ ആ പ്രൂഫ് ഒന്ന് കണ്ടിട്ടോ. ഓക്കെ പറഞ്ഞിട്ടും ഇവരുടെ ഭാഗത്തുള്ള ഒരു ന്യായം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പിള്ളേർക്ക് റിസൈൻ ലെറ്റർ കൊടുക്കാതെ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ കമ്മീഷനും സാലറി പിന്നെ ഒന്ന് വാങ്ങാനുള്ള റൈറ്റ്സ് ഇല്ല. അപ്പോൾ അത് വാങ്ങാനുള്ള റൈറ്റ്സ് ഇല്ല. അപ്പോൾ ഇതിൽ സത്യമായിട്ട് എനിക്ക് കാര്യം മനസ്സിലാകുന്നില്ല.
അതായത് കമ്മീഷൻ ഏജൻറ്റ് റിസൈൻ ലെറ്റർ കൊടുക്കണോ? അതെന്താണ് കമ്മീഷൻ ഏജൻറ്റ് എന്തിനാണ് റിസൈൻ ലെറ്റർ കൊടുക്കുന്നത്? ഒരു സ്റ്റാഫിനെ സാലറീഡ് ആയിട്ട് എടുക്കുമ്പോഴല്ലേ റിസൈൻ ലെറ്റർ എന്നൊരു സാധനം വരുന്നത്? ഇനി മനസ്സിലായില്ല എനിക്കിത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് കറക്റ്റായിട്ട് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പോട്ടെ, അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. കമ്മീഷൻ ഏജൻറ്റ് റിസൈൻ ലെറ്റർ കൊടുത്തില്ലെങ്കിൽ സാലറിയോ അല്ലെങ്കിൽ കമ്മീഷനോ തരില്ല എന്നവർ എഴുതി മേടിച്ചു എന്ന് തന്നെ വെച്ചോ. ഒന്ന്, നമ്മുടെ ഗവൺമെൻറ് അല്ലെങ്കിൽ കുറേ റൂൾസ്, എംപ്ലോയ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട റൂൾസ് ഉണ്ട്. അതില്ലാതെ ഇങ്ങനെ ഇവർക്ക് സ്വന്തമായിട്ട് അവരുടെ ഇതിന് മാത്രമായിട്ട് റൂൾസ് അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, അതും അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇവർക്ക് റിസൈനേഷൻ ലെറ്റർ കൊടുക്കാതെ പോയി കഴിഞ്ഞാൽ സാലറി കമ്മീഷന് കൊടുക്കില്ല. പോകാൻ നേരം മാത്രമുള്ള ഈ സാധനം. നിങ്ങൾ വരാൻ നേരം ഓഫർ ലെറ്റർ കൊടുക്കുമോ? അപ്പോയിൻമെൻറ്റ് ലെറ്റർ കൊടുക്കുമോ? എനിക്കറിയില്ല. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻ്റ് ഇടുക. ഇത് അനുഭവിച്ച അവിടെ ജോലി ചെയ്ത ഏതെങ്കിലും ആൾക്കാരുണ്ടെങ്കിൽ ഇതൊന്ന് കമൻ്റ് ഇടണം കേട്ടോ. അപ്പോൾ അങ്ങോട്ട് കയറുമ്പോൾ ഒന്നുമില്ല, ഇറങ്ങി പോകുമ്പോഴാണല്ലോ ഉള്ളത്. എനിക്ക് അതിൻ്റെ എന്താ സത്യാവസ്ഥ എന്നറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വിട്ടു തരുന്നത്. ഇനി നമുക്ക് അതുലണ്ണൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കാം. പുള്ളി വളരെ കാലങ്ങളെ കണ്ടന്റ് ചെയ്യുന്നു, ഇവർക്കെതിരെയുള്ള അഴിമതികളെല്ലാം പുറത്തു കൊണ്ടിരുന്നു. ശേഷം പുള്ളി ചിന്തിക്കുന്നു ഇവരിങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ നേരിടുന്ന ഈ സ്റ്റാഫ്, അപ്പോൾ ഇവരുടെ പ്രശ്നങ്ങളെല്ലാം നമുക്ക് സോൾവ് ചെയ്യാം. അപ്പോൾ ഈ ചുമ്മാ ഇരുന്ന് കണ്ടന്റ് ചെയ്തിട്ട് കാര്യമില്ല, ഞാൻ ഇറങ്ങിത്തിരിച്ചിട്ട് ഇവർക്കൊരു സൊല്യൂഷൻ കൊടുക്കണം. അപ്പോൾ ഇത് അങ്ങനെ അവിടെ ഇരുന്ന് ഈ ലാസ്റ്റ് ഇട്ട വീഡിയോ തന്നെ സംസാരിക്കുന്നുണ്ട്. അത് ഞാനൊന്ന് കാണിച്ചു തരാം. പൈസയും കിട്ടാനുള്ള കുട്ടികളെയൊക്കെ ഞാൻ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ നേരിട്ട് തന്നെ ഒലിവിയിൽ വന്ന് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണും. അല്ലാണ്ട് എന്നും ഇതൊരു കണ്ടന്റ് ആക്കി താല്പര്യമില്ല. നമ്മുടെ അണ്ണനത് താല്പര്യമില്ല. പിന്നെ ഇത്ര നാൾ മാങ്ങ പറിക്കാനാണോ യൂട്യൂബിൽ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത്? സത്യത്തിൽ പിന്നെ എന്തായിരുന്നു യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം? കണ്ടന്റ് അല്ല, പിന്നെ എന്താ ഉദ്ദേശം? ആൾക്കാർക്ക് നല്ലത് മേടിച്ചു കൊടുക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നത്, പക്ഷെ അത് മാത്രമേ ഉള്ളായിരുന്നു ലക്ഷ്യം. ഇനി പോട്ട്, അണ്ണൻ ഈ പറഞ്ഞത് ഞാൻ സമ്മതിച്ച്, അണ്ണന് കണ്ടന്റ് ചെയ്യാനുള്ള താല്പര്യമില്ല. പക്ഷേ അണ്ണൻ എന്തോരം കണ്ടന്റ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് നോക്കിയാലോ ഒലിവിയെക്കുറിച്ച്. ഈ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് കുറഞ്ഞതൊരു 30 കണ്ടന്റ് 30 സേവനം അണ്ണൻ ചെയ്തിട്ടുണ്ട്. കുറഞ്ഞതൊരു 30 എണ്ണം. അത് കണ്ടന്റ് അല്ല കേട്ടോ, അത് ജനങ്ങളെ സേവിക്കാൻ വേണ്ടി മാത്രം ചെയ്തതാണ് ഒരു 30 വീഡിയോസ്. ഇനി അതും പോട്ട്, അണ്ണൻ ജനസേവനത്തിന് തന്നെ ഇറങ്ങിത്തിരിച്ചെന്ന് വെച്ചോ. ജനസേവനത്തിന് തിരിച്ച അണ്ണൻ ആ തുടക്കം മുതലേ പറയുന്നുണ്ട് പിള്ളേരുടെ ഫോൺ തിരിച്ചു കൊടുക്കുക. മറ്റേ പ്രശ്നങ്ങളൊക്കെ നമ്മൾ വിട്ടു കേട്ടോ. അപ്പോൾ ഫോണും പൈസ മാത്രമേ ഉള്ളൂ. ഫോണും പൈസയും തിരിച്ചു കൊടുത്ത് ഈ പ്രശ്നങ്ങളെ തീർക്കുക, ഇതാണ് അണ്ണൻ്റെ ലക്ഷ്യം. ഇതിനു വേണ്ടിയിട്ടാണ് അണ്ണൻ പല്ല് വയ്യാഞ്ഞിട്ടും അവിടെ വരെ ചെന്നിട്ട് അണ്ണൻ ഈ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ ഈ പിള്ളേർ അണ്ണനോട് പറഞ്ഞ കുറച്ച് കാര്യം അണ്ണൻ അതിന് ശേഷം ഇന്നിട്ട വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അത് ഒന്ന് കണ്ടിട്ട് വരാം. ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് സംസാരിച്ച സമയത്തും അത് അങ്ങേര് എപ്പോഴും പറയുന്നത് തരാമെന്ന്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അങ്ങേര് തരാമെന്ന് പറയുമ്പോൾ ഇവരാരും വരാത്തതെന്താ? സത്യമില്ല അവര് പറഞ്ഞേ. അവര് തരാം എന്ന് പറഞ്ഞിട്ട് തരുന്നില്ല. തരാത്തതിൻ്റെ കാരണം എന്താ? നിങ്ങൾ വരുന്നില്ല. അതവിടെ നിൽക്കട്ടെ, നമുക്ക് വേറൊരു സാധനം നോക്കാം. ഇവർ തരാം എപ്പോഴും പറയുന്നുണ്ട്. ഈ പിള്ളേരൊന്നും ശരിയല്ലേ, ഇതുവരെ ആർക്കും കൊടുത്തിട്ടില്ല. തരാം എന്നുള്ള വാഗ്ദാനം മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് അണ്ണം പറഞ്ഞ കാര്യത്തിലേക്ക് തരാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്തേ വരുന്നില്ല? ഇവർ വന്നിട്ടുണ്ടല്ലോ അണ്ണാ, ഇവർ വന്ന വീഡിയോ അണ്ണൻ റിയാക്ട് ചെയ്തില്ലേ? വന്ന് പിള്ളേരവിടെ നിന്ന് കൂക്ക് വിളിക്കുകയും ഇങ്ങോട്ട് പോവുകയും അങ്ങോട്ട് പോവുകയും. അപ്പോൾ ഇവർ വന്നിട്ടും കൊടുത്തില്ലല്ലോ. അപ്പോൾ ഈ വന്ന സമയത്ത് അണ്ണൻ റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് കണ്ടിട്ട് വന്നേ. ഉണ്ടാക്കിയിട്ടും സ്റ്റേഷനിൽ പോയും അവിടെ ഈ പറയുന്ന സ്ഥാപനത്തിന്റെ മുന്നിൽ വന്നിട്ടും ഇത്രയും സീൻ ഉണ്ടാക്കിയിട്ടും നമ്മുടെ ഓണേഴ്സായ 2 പേർ സിബി അണ്ണനും ചേച്ചിയും പുറത്തിറങ്ങിയിട്ടില്ലായിരുന്നു. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരനക്കമില്ലായിരുന്നു. അതാണ് സീരിയസ്ലി നടന്നത്. ഓ മൈ ഗാഡ്, അതായിരുന്നില്ലേ സീരിയസ്ലി സംഭവിച്ചത്? അപ്പം അണ്ണൻ അറിയാം പിള്ളേരവിടെ വന്നായിരുന്നു എന്ന്. പക്ഷെ ഇപ്പം പറഞ്ഞ് ആരും വന്നില്ല, വരാത്തോണ്ട് കൊടുക്കാത്തെന്ന്. വന്നപ്പോൾ എന്തെടുത്ത് കൊടുക്കാതിരുന്നു? അന്നേരം കൊടുത്ത് എന്തെങ്കിലും പൊഴിഞ്ഞു പോയായിരുന്നോ? സംഭവം അങ്ങോട്ട് ക്ലിയർ ആയില്ല. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. വന്നത് ഓൾറെഡി അണ്ണനും അറിയാം, അവർക്കും അറിയാം, മുമ്പിൽ നിന്ന് കൂടിയ പിള്ളേർക്കും അറിയാം. പക്ഷേ ഇപ്പോൾ അതും മാഞ്ഞുപോയി. മറ്റേ സിബി അണ്ണൻ്റെ വേറെ കുറേ ആരോപണം വന്ന പോലെ ഇതും ആവിയായിപ്പോയി. പിള്ളേർ വന്നിട്ടില്ല. പിള്ളേർ വന്നായിരുന്നെങ്കിൽ ഞങ്ങൾ കൊടുത്തേനെ, കറക്റ്റ് കൊടുത്തേനെ.
ഇത് മാത്രമല്ല, നമ്മുടെ അതുലണ്ണൻ വേറെ കുറച്ച് ന്യായീകരണങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ കംപ്ലീറ്റ്ലി ഒലീവിയയുടെ സൈഡിൽ നിന്ന് സംസാരിക്കുന്നത് പോലെ നമുക്ക് തോന്നിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അതുള്ളതാണോന്ന് എനിക്കറിയില്ല, ശരിക്കും അവരുടെ ഭാഗത്താണോ എന്ന് നമുക്കറിയില്ല, അതുപോലെ തോന്നിപ്പിക്കുന്ന സാധനം നമുക്കൊന്ന് കണ്ടുനോക്കാം. ഈ സ്ഥാപനം പൂട്ടിച്ചേ അടങ്ങും, പൂട്ടി കെട്ടിയേ അടങ്ങും എന്ന് പറഞ്ഞ ഏതെങ്കിലും ടീംസ് മുന്നോട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നമ്മൾ നിൽക്കും. അവരെ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും പരിഹരിക്കാമെന്നും വാക്കും തന്നു. വാക്ക് പറഞ്ഞ കൃത്യമായിട്ട് പാലിക്കുന്ന ഒരാളാണ് നമ്മുടെ ഈ കമ്പനി ഓണേഴ്സ്. അണ്ണന് മറ്റേ മിനി കൂപ്പർ തരാമെന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ലായിരുന്നോ? കിട്ടിയായിരുന്നു. മിനി കൂപ്പറിലായിരുന്നു പോയത്. ഞാൻ കണ്ടപ്പോൾ ഞാൻ വെച്ച് വേറെ വല്ല വണ്ടിയിൽ വരിക്കുന്നു. അത് നമുക്ക് വരാം. ഇപ്പം ആരുടെ കൂടെയാണ് നിങ്ങൾ പോയത്? അണ്ണ ഒറ്റയ്ക്കാണ് പോയത്? അല്ല, നമ്മുടെ വിവിഹിയറിൻ്റെ കൂടെ പോയത്. വിവിഹിയർ ആരാ? നമ്മുടെ ജാസ്മിൻ്റെ പ്രശ്നം ആദ്യം ജാസ്മിൻ അനുകൂലമായി നിൽക്കുകയും ജാസ്മിൻ അകത്ത് പോയതിന് ശേഷം നേരെ ജാസ്മിൻ ഓപ്പോസിറ്റായിട്ട് തിരികുകയും ചെയ്ത വളരെ എത്തിക്സ് ഉള്ളൊരു മനുഷ്യനാണ് നമ്മുടെ വിവിഹിയർ. അപ്പം നമുക്ക് ആ സംഭവങ്ങളോട് ഒന്ന് കണ്ടിട്ട് വരാം. അല്ല, ചില യൂട്യൂബേഴ്സ് ഉണ്ട് ഇതിനെ സ്ഥിരം വരുമാന മാർഗം ആക്കി വെച്ചോണ്ടിരിക്കുന്നത്. എനിക്ക് അവരെ ഒന്നും നമ്മളെ എല്ലാവരെയും കൂടെ ഈ കുട്ടി യൂട്യൂബേഴ്സ് അല്ല, നമ്മളെ മാത്രമാണോ? അപ്പോൾ 30ഓളം വീഡിയോ ഇട്ട അണ്ണം പുണ്യാളൻ. അത് ജനസേവനമായിരുന്നല്ലേ? ആ പിള്ളേർക്ക് ഫോണും പൈസയും മേടിച്ചു കൊടുക്കാനുള്ള ജനസേവനമായിരുന്നു. നമ്മളെല്ലാം അഴുക്ക അണ്ണന്നല്ലേ? ഓക്കെ, നൈസ്, ഐ ലൈക്ക് ഇറ്റ്. അപ്പോൾ 30 വീഡിയോ അണ്ണൻ ഇട്ടത് ജനസേവനം മാത്രമായിട്ടിരിക്കുകയാണേ. ശരി, അങ്ങനെ ഇരിക്കട്ടെ. 30 വീഡിയോയിൽ അണ്ണൻ നമ്മുടെ സിബി അണ്ണനെ പല കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് ഇപ്പോൾ അണ്ണൻ സിബി അണ്ണനെ കുറിച്ച് പറയുന്ന ഒരു മഹത്തരമായ സാധനം ഞാൻ കാണിച്ചു തരാം. കണ്ടിട്ടുള്ള സാറ് പക്കയായിട്ട് എഴുതിയിട്ടുണ്ടോ? സാറ് പക്കയായിട്ട് എഴുതിയിട്ടുണ്ടോ? ഈ സാറ് നല്ലല്ലോ കുറച്ച് നാൾ മുമ്പുള്ള വീഡിയോയിലൊക്കെ വിളിച്ചോണ്ടിരുന്നത്. എപ്പം മുതലാണ് സാറായത്? അതിൽ തന്നെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അപ്പം നേരത്തെ എന്താ വിളിച്ചുകൊണ്ടിരുന്നതെന്ന് മാന്യമായിട്ടുള്ള സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഒന്ന് കണ്ടിട്ടോ. ഇപ്പം അത് സാറായി രൂപാന്തരപ്പെട്ടു. അത് കുഴപ്പമില്ല, നമുക്ക് ക്ഷമിക്കാം. അതിന്റെ പേരിലാണ് അണ്ണ ഉള്ള ഈ അവർക്ക് കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടുക. അണ്ണന് പറയാൻ അണ്ണൻ കൊടുത്തിട്ടില്ല എന്ന് എന്റെ പൊന്നെണ്ണ പിള്ളേർക്ക് കൊടുക്കാനുള്ള പൈസകൾ കൊടുത്തു. ഒരു ജ്യേഷ്ഠ സ്ഥാനത്ത് കണ്ടിട്ട് ഇച്ചിരി ബഹുമാനം കൊടുത്താണോ പുള്ളി ചെയ്ത തെറ്റ്? അതാണോ എനിക്ക് മനസ്സിലായെന്നിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. അപ്പോൾ അണ്ണനെ ജസ്റ്റ് ഇച്ചിരി ബഹുമാനം കൊടുത്ത് സാറാക്കി. ആ സാറിൻ്റെ ബഹുമാനത്തിൻ്റെ പിന്നിലെ കാരണം എന്താണെന്ന് നമുക്കറിയില്ല. അത് പോട്ടെ, അതെന്തെങ്കിലും ആട്ടെ. ഇപ്പോൾ അതുൽ വ്ളോഗ്സിൻ്റെ സംസാരത്തിലെ കുറേ മിസ്മാച്ചുകൾ നമ്മൾ സംസാരിച്ചു. ഇത് പലരും പറയുന്നു പുള്ളി കാശിന് വേണ്ടിയിട്ടാണെന്ന്. ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല. ഇതിൻ്റെ പിന്നിലെ ശാസ്ത്രം ഒന്നും എനിക്കറിയില്ല. പിന്നെ പെട്ടെന്ന് അണ്ണൻ നീതിമാനായതും എനിക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റില്ല. കാരണം ഇത്രയും 30 വീഡിയോ ഇട്ട് കണ്ടന്റ് ഉണ്ടാക്കി ജീവിച്ചണ്ണൻ ഇത്രയും നാൾ എന്തുകൊണ്ടാണ് പിള്ളേർക്ക് വേണ്ടി ഇവിടെ നേരിട്ട് പോയി സംസാരിക്കാൻ താല്പര്യപ്പെടാൻ? അണ്ണൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പോകണമെന്നുണ്ടായിരുന്നു, ഞാൻ എന്തിന് പോകണമെന്ന് ചിന്തിച്ചെന്നൊക്കെ. അപ്പോൾ വേറെന്തോ ഉദ്ദേശം ഇതിൻ്റെ പിന്നിലുണ്ട്. കാശ് വാങ്ങുന്നത് ഞാൻ ചിന്തിക്കുന്നില്ല. എന്തോ ആകാൻ അത് ഞാൻ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. അതങ്ങനെ ഇരിക്കട്ടെ. നിങ്ങളുടേതായ ഡിസിഷൻ ചിന്തിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. അപ്പോൾ അതുൽ വ്ളോഗ്സിൻ്റെ ഒരു വോയിസോട് കൂടി നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. നിങ്ങളെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു ചാനലാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. ഏതെങ്കിലും ഒന്നിൽ ഉറച്ചിരിക്കുക ചേച്ചി. ഓരോ സമയം ഓരോന്ന് വിളിച്ചു പറയാതെ സത്യസന്ധമായി സംസാരിക്കാൻ പഠിക്കുക. അപ്പോൾ ഈ ഓരോ സമയം ഓരോന്ന് വിളിച്ചു പറയേണ്ട അവസ്ഥ വരില്ല.